ഗ്രിംസ് ലോ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് സ്റ്റോപ്പ് കൺസണൻസിൻ്റെ കേസിൽ കുറച്ച് മേജർ സൗണ്ട് ചേഞ്ചസ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യനിൽ നിന്ന് പ്രോട്ടോ ജർമ്മനിക്കിലേക്ക് വന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ചേഞ്ചസ് ഗ്രിംസ് ലോയിലും വേർണേഴ്സ് ലോയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന പോലെ ജർമ്മനിക് ബ്രാഞ്ച് അതിൻ്റെ പാരന്റ് ലാംഗ്വേജിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പ്രൊനൗൺസിയേഷനിൽ ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നുപോയി. അങ്ങനെ ആദ്യത്തെ ചേഞ്ചിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് ജർമ്മനിക് കൺസൊണൻറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സൗണ്ട് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഗ്രിംസ് ലോ എന്ന് പറയുന്നത്. ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രിമിറ്റീവ് ജർമ്മനിക് പീരീഡിൽ ഇൻഡോ ജർമ്മനിക് പ്ലോസീവ് കൺസൊണൻസിന് ഉണ്ടായ ചേഞ്ചസിനെ പറ്റിയാണ്. പ്രിമിറ്റീവ് ജർമ്മനിക് പീരീഡ് എന്ന് വെച്ചാൽ ജർമ്മനിക് പാരന്റ് ലാംഗ്വേജ് സെപ്പറേറ്റ് ജർമ്മനിക് ലാംഗ്വേജസ് ആയിട്ട് വേർതിരിയുന്നതിന് മുന്നേ ഉള്ള പീരീഡാണ്. 19th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ റാസ്ക്, ജേക്കബ് ഗ്രിം തുടങ്ങിയ കുറച്ച് എമിനൻ്റ് ആയിട്ടുള്ള ഫിലോളജിസ്റ്റുകൾ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. അതെന്താണെന്ന് നോക്കാം. ഇറ്റാലിക് ഗ്രൂപ്പ് ഇൻഡോ യൂറോപ്യൻ കൺസൊണൻറ്റ് സിസ്റ്റം കീപ്പ് ചെയ്തപ്പോൾ ജർമ്മനിക് ഗ്രൂപ്പ് അതിനെ റെഗുലറും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള മാനറിൽ ചേഞ്ച് ചെയ്തു. ഈ ചേഞ്ചസ് ആദ്യം ഫോർമുലേറ്റ് ചെയ്തത് ദുഷെ ഗ്രമാറ്റിക് എന്ന 1822 ജേക്കബ് ഗ്രിമ്മിൻ്റെ ബുക്കിലൂടെയാണ്. അങ്ങനെ ഈ ലോ ഗ്രിംസ് ലോ എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ ലോയിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡോ ജർമ്മനിക് വോയിസ്ലെസ് സ്റ്റോപ്പ് കൺസണൻസ് ആയ പ, ട്, ക, വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയ ഫ, ത, ഹ ആയി മാറി. ഓരോ സൗണ്ട് ഡിഫറൻസ് നമുക്ക് നോക്കാം. ആദ്യം പ സൗണ്ട് ഫ സൗണ്ടിലേക്ക് ചേഞ്ച് ആയത് നോക്കാം. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ 4 കോളംസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാറ്റിൻ, സാൻസ്ക്രിറ്റ്, ഓൾഡ് ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. അതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ലാറ്റിനിലെ വേർഡ് PATER, സാൻസ്ക്രിറ്റിൽ PITA. ഈ സെയിം വേർഡ് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് FAEDER, മോഡേൺ ഇംഗ്ലീഷിൽ വരുമ്പോൾ FATHER വരുന്നുണ്ട്. അവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള പ്, അതായത് ആ പ് എന്ന് പറയുന്ന സൗണ്ട് ലാറ്റിനിലെയും സാൻസ്ക്രിറ്റിലെയും പ് എന്ന് പറയുന്ന സൗണ്ട് ഓൾഡ് ഇംഗ്ലീഷിൽ മോഡേൺ ഇംഗ്ലീഷിലും വരുമ്പോൾ ഫ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ PES എന്ന് പറയുന്നൊരു വേർഡ് ലാറ്റിനിലെ സാൻസ്ക്രിറ്റിൽ വരുമ്പോൾ PADAM ആണ്, ഓൾഡ് ഇംഗ്ലീഷിൽ വരുമ്പോൾ FOT ആണ്, മോഡേൺ ഇംഗ്ലീഷിൽ FOOT. അവിടെ നമുക്ക് പ് സൗണ്ട് ഫ് സൗണ്ടിലേക്ക് മാറിയത് കാണാൻ പറ്റും. അടുത്ത ഇതിൽ PISCIS എന്ന ലാറ്റിൻ വേർഡ് ഓൾഡ് ഇംഗ്ലീഷിൽ വരുമ്പോൾ FISC ആവുകയും മോഡേൺ ഇംഗ്ലീഷിൽ FISH ആവുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സൗണ്ട് ആകുന്നതാണ്. അവിടെയും ലാറ്റിൻ, സാൻസ്ക്രിറ്റ്, ഓൾഡ് ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് എന്ന് 4 കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 എക്സാമ്പിൾസ് അവിടെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയാൽ സൗണ്ടായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് സൗണ്ട് സൗണ്ടായിട്ട് മാറുന്നതാണ്. അവിടെ 3 കോളമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ലാറ്റിൻ, ഓൾഡ് ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. അവിടെ നമുക്ക് 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ 3 എക്സാമ്പിളും ഒന്ന് നോക്കുന്ന സമയത്ത് സൗണ്ടായിട്ട് മാറുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കോളംസ് എല്ലാം ഇൻഡോ ജർമ്മനിക് വോയിസ്ലെസ് സ്റ്റോപ്പ് കൺസണൻസ് ആയ പ, ട്, ക വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയിട്ടുള്ള ഫ, ത, ഹ ആയിട്ട് മാറിയതാണ്. ഇനി അടുത്തൊരു ചെയിൻ സീരീസ് എന്ന് പറയുന്നത് വോയിസ്ഡ് പ്ലോസീവ്സ് ആയ ബ, ഡ, ഗ, പ, ട്, ക ആവുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബ സൗണ്ട് പ സൗണ്ടിലേക്ക് ആവുന്നത് നോക്കാം. അവിടെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓൾഡ് ബൾഗേറിയനും ലാറ്റിനുമാണ്. അവിടുത്തെ നമ്മൾ നോക്കുമ്പോൾ ബ എന്ന് പറയുന്ന സൗണ്ട് പ എന്ന് പറയുന്നൊരു സൗണ്ടിലേക്ക് മാറുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
ഡ സൗണ്ട് ട് സൗണ്ടിലേക്ക് മാറുന്നതാണ്. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 3 സെപ്പറേറ്റ് ആയിട്ട് കോളംസ് തിരിച്ചിട്ടുണ്ട്. ലാറ്റിൻ, ഓൾഡ് ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. അവിടെ നോക്കുമ്പോൾ ഡ സൗണ്ട് ട് സൗണ്ടിലേക്ക് മാറുന്നത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ഗ സൗണ്ട് ക സൗണ്ടിലേക്ക് മാറുന്നതാണ്. അവിടെയും 3 കോളത്തിന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാറ്റിൻ, ഓൾഡ് ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. അവിടെ ഗ സൗണ്ട് ക സൗണ്ടിലേക്ക് മാറുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അടുത്ത സീരീസ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത് BH, DH, GH തുടങ്ങിയ ആസ്പിറേറ്റഡ് സൗണ്ട്സ് അൺആസ്പിറേറ്റഡ് ആയിട്ടുള്ള ബ, ഡ, ഗ ആകുന്നതാണ്. ഫസ്റ്റ് BH ഇവിടെ B ആവുന്നത് കൊടുത്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് സാൻസ്ക്രിറ്റിലെ ഒരു വേർഡ് ഓൾഡ് ഇംഗ്ലീഷിൽ എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ DHന് എക്സാമ്പിളായിട്ട്, അതായത് DH ചേഞ്ച് ചെയ്ത് ഡിയിലേക്ക് ആവുന്നതിന് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് സാൻസ്ക്രിറ്റും മോഡേൺ ഇംഗ്ലീഷും എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് GH G ആവുന്നത് സാൻസ്ക്രിറ്റ് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രിംസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലാംഗ്വേജസിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡിക്കും വേർഡ്സിൻ്റെ എറ്റിമോളജി ഡിറൈവ് ചെയ്യാനും ജർമ്മനിക് ബ്രാഞ്ചിനെ ഇൻഡോ യൂറോപ്യനിലെ വേറെ ബ്രാഞ്ചസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുമാണ്.